AR റബ്ബാനിയത്ത്, ശരി, റബ്ബാനിയത്തെ ഇസ്ലാമിനോട് ഒരാൾക്കും വിദ്വേഷമില്ല ഇവിടെ. എന്തിന് ഇസ്ലാമിനോട് വിഭാഗീയത, എന്തിന് ഇസ്ലാമിനോട് വിദ്വേഷം? അതിന്റെ ആവശ്യം എന്താണ്? എനിക്ക് ഇസ്ലാമിനോട് ഒരു തരത്തിലുമുള്ള എതിർപ്പില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഇപ്പോ നിങ്ങൾ പറയുന്നത് എന്താണ്? ഇബ്രാഹിം റൈസി പുണ്യാളനാണെന്നാണോ? ഇബ്രാഹിം റൈസി പുണ്യാളനാണ് എന്ന് പറയേണ്ടത് ആരാ? ഇറാൻ ജനതയല്ലേ? അല്ലേ? ഇറാൻ ജനത ഇയാള് കാരണം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കുറച്ചല്ല, ഇയാള് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇറാൻ ജനതയാണ്. അതുകൊണ്ട് ആ ഇറാൻ ജനതയാണ് പറയുന്നത് കാലം ചരിഞ്ഞത് നന്നായെന്ന്. അവൻ കത്തിക്കരിഞ്ഞത് നന്നായി എന്ന് അവരാണ് പറയുന്നത്. ഇനിയും മറ്റൊരു വിഷയവും കൂടിയുണ്ട്. ഈ ഹെലികോപ്റ്റർ, അതായത് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. എന്നിട്ട് ഇയാള് മരിച്ചല്ലോ. ഈ റൈസിക്കൊപ്പം ഇറാന്റെ വിദേശകാര്യമന്ത്രിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ അസർബൈജാൻ അതിർത്തിയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത് തന്നെ. എന്നിട്ട് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കണ്ടെത്താൻ സഹായിച്ചത് തുർക്കിയുടെ നൈറ്റ് വിഷൻ ഹെലികോപ്റ്ററിൻ്റെതാണ് എന്ന പേരിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ ഇറാൻ ജനതയുടെ അല്ലെങ്കിൽ ഇറാൻ ഗവൺമെന്റിന്റെ ഹെലികോപ്റ്ററും രക്ഷാദൗത്യവും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ തുർക്കി അയച്ചോ രക്ഷാദൗത്യത്തെ? തകർന്ന ഇറാൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ കണ്ടെത്താൻ നൈറ്റ് വിഷൻ ഹെലികോപ്റ്ററുകൾ തുർക്കി അയച്ചു എന്നാണ് പറയുന്നത്. ശരി, ഇരിക്കട്ടെ. തുർക്കിക്ക് എങ്ങനെ മനസ്സിലായി ഇന്നിടത്താണ് അപകടം നടന്നത്, ഇന്നിടത്ത് തന്നെ അതുണ്ട് എന്നൊക്കെ? ആ രാത്രി തന്നെ ഹെലികോപ്റ്റർ കണ്ടുപിടിക്കാൻ തുർക്കിക്ക് എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് കഴിഞ്ഞത്? അപ്പോ തുർക്കിയുടെ ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ തന്നെയാണോ എന്ന് നമ്മൾ അന്വേഷിച്ചേ മതിയാവൂ. കാരണം ഈ ആര് എവിടെ പ്രസവിച്ചാലും ഇത് ആരാന്റെ ഗർഭം ഏറ്റെടുക്കുന്ന ഒരു രീതി ഇവർക്കുണ്ടേ. അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം 8 കാലിമ 3 ചമയല് ഇവരുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എവിടെ ആർക്കൊരു കുട്ടി ഉണ്ടായാലും ഇത് എന്റെ കുട്ടിയാണെന്ന് പറയും. അതോ ഇവന്റെ ഭാര്യ തൊട്ട് പ്രസവിക്കത്തൂല. ആ രീതി. നിങ്ങള് എന്നെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഗാസയിലെ ജനത പോലും വലിയ രൂപത്തിൽ ഇന്ന് സന്തോഷിക്കുകയാണ്. എന്തിനായിരിക്കും ഗാസയിലെ സ്ത്രീകൾ പൊതുനിരത്തിൽ സന്തോഷത്തോടു കൂടി രംഗത്തിറങ്ങുന്നത്? ഗാസക്കാർക്ക് ഇത്രയും വലിയ ഒരു ദുരിതം സമ്മാനിച്ചതിന് പിന്നിൽ ഇറാനാണ് എന്നറിയാവുന്നത് കൊണ്ടാണ്. ഇപ്പൊ എന്തായിരുന്നാലും ഇസ്രായേലിന് ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നത് ഇറാൻ കണ്ടുപിടിക്കേണ്ടുന്ന വിഷയമാണ്. ഇബ്രാഹിം റൈസിയുടെ മരണം ദൈവത്തിന്റെ ശിക്ഷ എന്ന വിമർശനവുമായി ഇസ്രായേലിലെ ജൂത മതപണ്ഡിതർ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം മനുഷ്യരെ പച്ചയ്ക്ക് കൂട്ടക്കൊല ചെയ്യുന്നതിൽ ഇറാൻ മുൻപന്തിയിലാണ്. ജൂതമതത്തിലെ റബ്ബിമാരുടെ അടക്കം സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം ഇറാനിലെ ഇബ്രാഹിം റൈസി അർഹിക്കുന്ന ശിക്ഷയാണ് ദൈവം നൽകിയത് എന്നാണ്. എന്നിട്ട് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടേണ്ടവനാണ്, അപകടകാരിയായ അറബുകാരൻ ഇനിയും ജീവിക്കരുത് എന്നാണ് ഇറാനിലെ സ്ത്രീകൾ പോലും പറയുന്നത്. ഇവര് ഗാസയോട് ചെയ്തത് ചെറുതാണോ? ഹമാസിനോട് ചെയ്തത് ചെറുതാണോ? ഇവരെ എതിർത്തവരെയൊക്കെ ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ? ഗാസയിലെ ജനത എന്തിനാണ് സന്തോഷിച്ചത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കോ. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ മാത്രം ഇസ്രായേലിന്റെ സൈനിക നീക്കത്തിന്റെ ഭാഗമായി ഗാസയില് ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ട ജനസംഖ്യയുടെ 40%. ഗാസയിലെ ആകെ ജനസംഖ്യയുടെ 40%. എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഇത്രയും രൂക്ഷമായി കൊണ്ടുപോയതിന് പിന്നിൽ ഇറാനാണ്. അതുകൊണ്ടാണ് ഗാസക്കാർക്ക് സന്തോഷമാകുന്നത്. 9 ലക്ഷത്തിലധികം ജനങ്ങളാണ് നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ടത്. ഇപ്പോഴും കുടിയൊഴിപ്പിക്കൽ തുടരുകയാണെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായിട്ടുള്ള UN ഏജൻസിയായ UNRWA സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുന്നു. പിന്നെ എങ്ങനെയാ അവർ സന്തോഷിക്കാതിരിക്കുന്നത്? ഗാസയിലെ ജനങ്ങൾ സുരക്ഷിതത്വം തേടി എല്ലാം ഉപേക്ഷിക്കാൻ നിർബന്ധിതരാണെന്നും മുനമ്പിൽ സുരക്ഷിതമായ സ്ഥലങ്ങളില്ലെന്നും UNRWA പ്രസ്താവനയിൽ പറയുന്നു. അവരുടെയൊക്കെ ടെന്റുകള്, രക്ഷാദൗത്യങ്ങള് നശിച്ച് ഇല്ലാതായി. അരജീവനും 3/4 ജീവനും ഒക്കെ ആയി മനുഷ്യൻ കിടന്ന് ജീവന് വേണ്ടി പിടയുമ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള മെഡിസിനും ലഭിക്കുന്നില്ല, ഒരു ചികിത്സാ സൗകര്യങ്ങളും ലഭിക്കുന്നില്ല. അതിന് കാരണക്കാരാരാ? ഇറാനാണ്. ഒക്ടോബർ 7-ാം തീയതി
ഇസ്രായേലിനെ അങ്ങോട്ട് നുഴഞ്ഞു കയറി ആക്രമിച്ച ഹമാസിന്റെ തെറ്റ് തിരുത്തി കൊടുക്കാതെ ഇവർക്ക് ആയുധങ്ങൾ നൽകിയും പണം നൽകിയും സൈനിക സഹായങ്ങൾ നൽകിയും ഗാസയെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഇറാനാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, 3 ഹമാസ് നേതാക്കൾ എന്നിവർക്കെതിരെ അറസ്റ്റ് വാറന്റ് തേടുകയാണ് എന്ന് രാജ്യാന്തര നീതിന്യായ കോടതി പറയുമ്പോൾ നെതന്യാഹു നിവർന്നു നിന്ന് പറയുന്നു, ഇതിനൊക്കെ കാരണക്കാർ ഞങ്ങളല്ല. ഏതൊരു വിഷയത്തിന്റെയും കാര്യകാരണങ്ങൾ, അതിന്റെ അവസ്ഥകൾ, സാഹചര്യങ്ങൾ പഠിക്കണം. ഇസ്രായേലിനെ ഇങ്ങോട്ട് കയറി ആക്രമിക്കുകയും കൂടുതൽ രാജ്യങ്ങളെ ചേർത്ത് നിർത്തി ഇസ്രായേലിനെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് നെതന്യാഹു ചോദിച്ചത്. ഞങ്ങൾക്ക് എന്തേ പ്രതിരോധിക്കാൻ പാടില്ലേ? ഞങ്ങൾക്ക് എന്തേ പ്രത്യാക്രമണം നടത്താൻ പാടില്ലേ? ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചാക്രമിക്കാൻ പാടില്ലേ? ഇസ്രായേലിന്റെ മനുഷ്യാവകാശം മാത്രമാണ് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇസ്രായേൽ അത് സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചടിക്കാം. അതുകൊണ്ട് ഇറാനാണ് അടിച്ചത് എന്നാൽ കൊള്ളണമെന്നും ഹമാസോ പലസ്തീനോ അടിച്ചാൽ കൊള്ളണമെന്നോ ഉള്ള നിയമം ഞങ്ങൾ അംഗീകരിക്കില്ല. അമേരിക്ക പറഞ്ഞാലും ഇന്ത്യ പറഞ്ഞാലും യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞാലും ഫ്രാൻസ് ആകട്ടെ ബ്രിട്ടൻ ആകട്ടെ ഇവരൊക്കെ ആയിട്ട് നല്ല രൂപത്തിൽ സഹോദര ബന്ധവും സ്നേഹബന്ധവും പുലർത്തുന്ന ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട്. ഗാസയിൽ മുഴുവനും ഇസ്രായേൽ ഇന്നും രൂക്ഷമായ ആക്രമണം തുടരുന്ന വാർത്തകൾ മാത്രം കൊടുക്കുന്ന മുക്കാൽ വണ്ണുകൾ ഇസ്രായേലിനെ ഇങ്ങോട്ടടിക്കുന്നത് നോക്കുന്നില്ല. ഇസ്രായേൽ ആദ്യം സ്വന്തം ജനതയെ സംരക്ഷിക്കുന്ന രാജ്യമായതുകൊണ്ട് അപകട സൂചന കിട്ടിയാൽ ഉടനെ തന്നെ അവർ അവിടെയായി തുരങ്കങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അലാറം അടിക്കും. അപ്പോൾ ഇവർ ഇസ്രായേലി ജനത മുഴുവനും ചെന്ന തുരങ്കങ്ങളിൽ ഒളിക്കണം. അതുകൊണ്ട് ആ ജനത സുരക്ഷിതമായിരിക്കും. ഹമാസ് അങ്ങനെയല്ല. ആരെങ്കിലും പലസ്തീനെ ആക്രമിച്ചാൽ നേതാക്കൾ കയറിപ്പോകും തുരങ്കത്തിനകത്തേക്ക്, സാധാരണക്കാർ പരിചകളാക്കപ്പെടും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടടിക്കുമ്പോൾ ഇസ്രായേലിൽ കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ആ രാജ്യം സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. ഇസ്രായേൽ സൈന്യം ഇന്ന് രാവിലെയും ഗാസയെ ആക്രമിച്ചിട്ടുണ്ട്. വീണ്ടും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. വടക്ക് ജബലിയയിലും തെക്ക് റാഫയിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 18 പേർ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലപ്പെട്ടതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറിനിടയിൽ 106 പലസ്തീനികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. റാഫയിൽ ഒരു പാർപ്പിട കെട്ടിടം തകർന്നു. കുറഞ്ഞത് 8 പേരെങ്കിലും അതിനകത്ത് മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മുന്നറിയിപ്പില്ലാതെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്നും പറയുന്നുണ്ട്. വടക്കൻ ഗാസയിലെ സിവിലിയൻ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ജബലിയയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നഗരത്തിന്റെ ഒരു കോണിലെ ക്യാമ്പ് ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും ഇവിടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും പറഞ്ഞു. ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിനോടല്ല ഗാസക്കാരുടെ പ്രതിഷേധമൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇറാനോടാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കില് ജെനിനിൽ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ലെബനനിലെ ടയർ മേഖലയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ പറഞ്ഞു. ഒക്ടോബർ 7-ാം തീയതി മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 35,000, 36,000, 37,000, 40,000 കൊല്ലപ്പെട്ട ജനസംഖ്യയുടെ കണക്ക് കൃത്യമായി ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല. ഏതാണ്ട് 1,00,000-ലടുത്ത ആളുകൾ പരിക്കേറ്റ് കിടക്കുകയാണ്. അപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? എന്താണ് ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. അതായത് ആവശ്യമില്ലാത്ത രൂപത്തിൽ ആക്രമണം അഴിച്ചുവിട്ടു. അപ്പൊ എന്ത് ചെയ്തു? തിരിച്ചു കിട്ടുമ്പോൾ വാങ്ങുക, അത്രേ ഉള്ളൂ. തിരിച്ചു കിട്ടുമ്പോഴും അതുപോലെ വാങ്ങിക്കണം. ഇനിയിപ്പോ മിക്കവാറും ഇറാനെതിരെ ശക്തമായിട്ടുള്ള രൂപത്തില് ആക്രമണങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകും. അപ്പോ എന്റെ സംശയം ഹൂറികളാകെ പ്രശ്നത്തിലായി പോകുമല്ലോ. ഹൂറികൾ ഇനിയിപ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ സമരം ചെയ്യും. കാരണം ഇബ്രാഹിം റൈസിയോടൊപ്പം തന്നെ ഏതാണ്ട് 89 പേര് തീർന്നിട്ടുണ്ട്. അപ്പൊ അതേ × 72. പിന്നെ ചിപ്പിക്കകത്തൊക്കെ കുനിഞ്ഞിരുന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിയ ആളുകൾ എങ്ങനെയെങ്കിലും തുറന്നു വിടട്ടെ എന്ന് വിചാരിക്കും. ചിപ്പിക്കകത്ത് പിന്നെ ഇവന്മാരാണെങ്കിലും മദ്യപ്പുഴ കാണുമ്പോഴത്തേക്കിന് എടുത്തു ചാടി നീന്തിയ ഹൂറികൾക്ക് നീന്തലും അറിയില്ല, ചിപ്പിക്കകത്തായിരുന്നില്ലേ. അതുകൊണ്ട് അവരിനിയിപ്പോ വഴിയാവാനും സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഹൂറികളുടെ സമരം ഉടനെ തന്നെ നമുക്ക് സ്വർഗത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യാതിരിക്കത്തില്ല എന്ന് വിചാരിക്കാം. അപ്പോ റബ്ബാനിയെ ഉമ്മായി വിളിക്കുന്ന വിളിയാണോടാ ഇത്? ഉമ്മായിപ്പോ വിളിക്കുക കേട്ടാ, അതാണ് കുറച്ചും കൂടി നല്ലത്.
ഏതാണ്ട് കുരുക്കൾ പൊട്ട് ഉറപ്പായിട്ടും. കാരണം നമ്മൾ പറയുന്നത് ഇറാനെ കുറിച്ചിട്ടല്ലേ. ഇറാന്റെ പരമോന്നത നേതാക്കളെ കുറിച്ച് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഇളകും. ഓർമ്മയിലെ 1921 തുർക്കിയിലെ അധികാരിയെ ബ്രിട്ടൻ സ്ഥാനഭ്രഷ്ടനാക്കിയതിനാണ് ഇവിടെ പാവപ്പെട്ട കുറച്ച് ഹിന്ദുക്കളെയൊക്കെ ഇവര് കഴുത്തു മുറിച്ചു കൊന്നും കുത്തിക്കൊന്നും ഒക്കെ തുബൂർ കണക്കി കൊണ്ടിട്ടത്. അതുപോലെ ഒരു പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ 1921 ആരംഭിക്കത്തില്ലെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇന്നലെ ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നു. ഒന്നുകൂടി 21 ആരംഭിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ആവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. അവരോടും പറയാനുള്ളത്, അന്നത്തെ ഹിന്ദുക്കളല്ല ഇന്നത്തെ ഹിന്ദുക്കൾ, അന്നത്തെ മതേതര മലയാളികളല്ല ഇന്നത്തെ മതേതര മലയാളികൾ, അന്നത്തെ ക്രിസ്ത്യാനികളല്ല ഇന്നത്തെ ക്രിസ്ത്യാനികൾ. അന്ന് ഖുർആൻ എന്താണെന്നോ ഹദീസ് എന്താണെന്നോ മുസ്ലിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നോ ആർക്കും അറിയുമായിരുന്നില്ല. ഇന്നങ്ങനെയല്ല. വിരൽത്തുമ്പിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള സംവിധാനമൊക്കെ. അന്യമത വിരോധവും ജിഹാദും യുദ്ധവും കൊലയും ഒക്കെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന ഖുർആനിൽ എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനിയും അധികമാരെയും കബളിപ്പിച്ച് നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാലും ഒരുപാട് ആളുകൾ ഇപ്പോഴും ലൈനിൽ നിൽപ്പുണ്ട്. എന്നാലും വളരെ സന്തോഷം. ഇനി തുടർന്നും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനിയും നേരിൽ സന്ധിക്കും വരെ വണക്കം. ജയ് ഹിന്ദ്.